സമയം രാവിലെ 3:15. ഇനി പോണ സ്ഥലം എന്ന് പറയുമ്പോൾ മുംബൈയിലോട്ടാണ്. മുംബൈയിലോട്ട് പോണത് എങ്ങനെയാണെന്ന് അറിയോ? ബസ്സിനും ട്രെയിനും ഒന്നല്ല, മുംബൈയിലോട്ട് പ്ലെയിനിനാണ് പോണത്. ഒന്നാമത് പറന്ന് പോണത് മാത്രം കണ്ടിട്ടുള്ളൂ, നമ്മൾ ഈ കേറിയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് കയറാൻ പോണത്. പ്ലെയിനിൽ പോണത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ, അതൊക്കെ തന്നെ ഒരു ഭാഗ്യമല്ലേ. ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറെ കൺഫ്യൂഷനും വരും. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചു പോണത് ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോ പറയാനും പറ്റൂല, ഭാവിയിലൊക്കെ ഇങ്ങനെ പ്ലെയിനിൽ പോകേണ്ട വരും. ഇപ്പോഴും സീറ്റ് കിട്ടിയിട്ടില്ല, ഫുള്ള് കൺഫ്യൂഷൻ ആണ്. അടിയിൽ നിന്ന് പൊങ്ങുമ്പോ ഒരു ഫീലാണ്, മോളിക്ക് എത്തി കഴിയുമ്പോ പ്രശ്നമില്ല. കാറൊക്കെ പിന്നെ എന്തോരം തവണ പോയേക്കണേണ്. മോളിൽ 2 സ്വിച്ച് ഉണ്ടോ, പിന്നെ അതുമ്പോ തന്നെ കഴിക്കാനാണെങ്കിൽ പിന്നെ ഇവരെ വക. എന്തായാലും പ്ലെയിനിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയല്ല, അതൊക്കെ തന്നെ സന്തോഷം. ഇറങ്ങി പിടിച്ച് ലഗേജും കൂടി എത്താനുണ്ട്. ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങണേ നല്ലത്. ഒറ്റെണ്ണം വരെ അത് കുറങ്ങിയിട്ടില്ല, ഉറങ്ങിയെത്തുമ്പോഴത്തേന് സ്ഥലം എത്തും. ഇതാണ് അവസ്ഥ. ഇത്രയും പെട്ടെന്ന് റൂം എത്തണം. റൂം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രഷ് ആയി ഒന്ന് റെഡി ആവാല. ഇവരെ റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണാനുണ്ട്. അങ്ങനെ യാത്ര കഴിഞ്ഞ് മുംബൈയിൽ ഇനി റൂം താണ്ടിയുള്ള നടത്തോണ്, കുറച്ചാണ് നടക്കാനുണ്ട്. എന്റെ വീട്ടിൽ പൂച്ചുണ്ട്, അതാരെനിക്ക് പൂച്ചനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നടന്നിങ്ങനെ പോണുണ്ട്, എപ്പത്തോന്നാവും. ഓരോ കാണുന്ന കടയിലൊക്കെ കയറുന്നുണ്ട്. റൂം എത്തിയപ്പോ തന്നെ ഒരുവിധം സമാധാനമായി. ഒന്നാമത് വിശന്നിട്ട് വയ്യ. ഇവിടെ മുംബൈയിൽ മലയാളത്തിൽ റെസ്റ്റോറന്റ് എഴുതി കണ്ടപ്പോ ഹാപ്പിയായി. ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ തന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും 65 ആവും. ഇതാണ് നമ്മുടെ ചങ്ങായി, കാസർഗോഡാരനാണ്. നിങ്ങൾ മുംബൈ വന്നിട്ട് കട എന്തൊക്കെ കിടക്കണ, ഇവിടെ തന്നെ നമ്മുടെ ചങ്ങായിയുടെ കട ഉണ്ട്. ഇവിടെ തന്നെ എല്ലാം കിട്ടും. ഇവിടെ പടിയിൽ ആൾക്കാർ ഫുള്ളായാലും കുഴപ്പമില്ല. മോളിൽ സൗകര്യമുണ്ട്, മോളിലും കുറെ പേർക്ക് ഇരിക്കും. ഇവിടെ കയറിയപ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ ഏറെക്കുറെ മലയാളികളായിരുന്നു. കറക്റ്റ് നേരെ പോണ വഴിയായിരിക്കുള്ളൂ. മാപ്പ് കുറെ വളച്ചൂത്തി. ഞങ്ങൾ ഇവിടെ വന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിലാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ താജ് ഹോട്ടൽ ഉണ്ട് കേട്ടോ, കാണാനുണ്ട്. എന്ത് വലുതാണ്. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ താജ് ഹോട്ടലും കാണാൻ പറ്റി. ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞിക്കാറൊക്കെ. ഞാനൊക്കെ ഹോട്ട് വീലൊക്കെ 2 എന്തോ വാങ്ങിയിട്ടുണ്ട്. സ്വന്തം പേരെന്നെ കടയിൽ ഇങ്ങനെ കീച്ചനെ കിടക്കുമ്പോ എന്തൊരു അഭിമാനം. എന്തൊക്കെ എനിക്ക് എടുത്ത് റൂം ഇഷ്ടമായി. ഇത് അടിയിലല്ല, മോളിലാണ്. ചെറിയ ഇങ്ങനെ ഇടിഞ്ഞ റൂം കിടക്കണം, നല്ല രസം കാണാൻ. ഞങ്ങളിവിടെ മുമ്പിൽ ഒരു ദിവസം ഉള്ളൂ. ഇവിടെ വന്ന് റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ച് ലഗേജ് എടുത്ത് പോകും. ഇതിന്റെ ഇടയിൽ കൂടെ ചെരുപ്പ് ധരിച്ചു പോയിട്ട് അത് എടുക്കാൻ ഓടി. അവസാനം എന്ത് ചെരുപ്പ് കിട്ടിയില്ല. അതന്നെ യാത്രപ്പത്തോടെ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേട്ടാ.